PSC സ്റ്റഡിയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കുറച്ച് നവോത്ഥാന മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നാം പാർട്ട് 1, 2, 3 ആയിട്ട് എടുക്കാം കേട്ടോ. ഇന്നൊരു 50 ക്വസ്റ്റ്യൻ നോക്കാം. നവോത്ഥാന പ്രസ്താവന ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം കേട്ടോ. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ലോകം ഒന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാരാണ് വൈകുണ്ഠ സ്വാമികൾ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ലോകം ഒന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. എൻ്റെ ജീവിത സ്മരണകൾ എന്നത് ആരുടെ ആത്മകഥയാണ്? മന്നത്തു പത്മനാഭൻ. മന്നത്തു പത്മനാഭൻ്റെ ആത്മകഥ എന്താണ്? എൻ്റെ ജീവിത സ്മരണകൾ. എൻ്റെ ജീവിത സ്മരണകൾ എന്നത് ആരുടെ ആത്മകഥയാണ്? മന്നത്തു പത്മനാഭൻ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം അഥവാ സംഘടിത പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ ആറ്റിങ്ങൽ കലാപം. ആ ക്വസ്റ്റ്യൻ തന്നെ തിരിച്ചു ചോദിക്കും ചിലപ്പം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭം ചോദിച്ചാൽ അത് 5 തെങ്ങാണ്, വെറും പ്രക്ഷോഭം. പക്ഷേ സംഘടിത പ്രക്ഷോഭം ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപം. ശുചീന്ദ്രൻ കൈമുക്ക് എന്ന ദുരാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവാണ് സ്വാതി തിരുനാൾ. ശുചീന്ദ്രൻ കൈമുക്ക് എന്ന ദുരാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവാരാണ്? സ്വാതി തിരുനാൾ. രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരിയാണ് വൈകുണ്ഠ സ്വാമികൾ. എന്താണ്? രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി ആരായിരുന്നു? വൈകുണ്ഠ സ്വാമികൾ. കുഞ്ഞൻ പിള്ള എന്ന യഥാർത്ഥ നാമോദയം ഉള്ള കേരളത്തിലെ നവോത്ഥാന നായകരിൽ പ്രധാനി ആരായിരുന്നു ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികൾ. എന്തായിരുന്നു? കുഞ്ഞൻ പിള്ള. കുഞ്ഞൻ പിള്ള എന്ന യഥാർത്ഥ നാമോദയമുള്ള കേരളത്തിലെ നവോത്ഥാന നായകനായിരുന്നു ചട്ടമ്പി സ്വാമികൾ. കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. എന്തായിരുന്നു? കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ശ്രീനാരായണ ഗുരു. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ഡോക്ടർ പൽപ്പു. എന്തായിരുന്നു? ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ഡോക്ടർ പൽപ്പു. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രയോക്താവാരാണ്? TK മാധവൻ. എന്തായിരുന്നു? ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രയോക്താവ് TK മാധവൻ. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികൾ. ചോദിച്ചിട്ടുണ്ട്, നോട്ട് ദ പോയിന്റ്. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികൾ. ഈഴവരെയും പുലയരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പൻ. എന്തായിരുന്നു? ഈഴവരെയും പുലയരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ച ആരായിരുന്നു? സഹോദരൻ അയ്യപ്പൻ. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന കാലത്ത് വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. എന്തായിരുന്നു? താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലായിരുന്ന കാലത്ത് വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയൻ. ഇതും ചോദിച്ചിട്ടുണ്ട്. കേളപ്പൻ. എന്തായിരുന്നു? വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയനാണ് കേളപ്പൻ. കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി ആരുടെ രചനയാണ്? AKG അഥവാ AK ഗോപാലൻ. അതും കേട്ടിട്ടുണ്ട്, ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്നത് ആരുടെ രചനയാണ്? AK ഗോപാലൻ. 1913 ചരിത്ര പ്രാധാന്യമുള്ള കായൽ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ച മഹത് വ്യക്തിയാണ് പണ്ഡിറ്റ് കറുപ്പൻ. എന്തായിരുന്നു? 1913 ചരിത്ര പ്രാധാന്യമുള്ള കായൽ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ച മഹത് വ്യക്തിയാണ് പണ്ഡിറ്റ് കറുപ്പൻ. ചാന്നാർ കലാപത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? മാറുമറയ്ക്കാനുള്ള അവകാശം. ചാന്നാർ കലാപത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? മാറുമറയ്ക്കാനുള്ള അവകാശം. എല്ലാ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, നന്നായിട്ട് പഠിച്ചു വെക്കണേ. തിരുവിതാംകൂറുകാർക്ക് എന്നത് ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമായിരുന്നു? മലയാളി മെമ്മോറിയൽ. എന്തായിരുന്നു? തിരുവിതാംകൂറുകാർക്ക് എന്നത് ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് ചോദിച്ചാൽ മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂർ കർഷകരുടെ മാഗ്നാ കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രഖ്യാപനമാണ് പണ്ടാരപ്പാട്ട വിളംബരം. എന്തായിരുന്നു? തിരുവിതാംകൂർ കർഷകരുടെ മാഗ്നാ കാർട്ട. ഇത് തിരുവിതാംകൂർ കർഷകരുടെ മാഗ്നാ കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രഖ്യാപനമാണ് പണ്ടാരപ്പാട്ട വിളംബരം. മലബാറിൽ ദേശീയ സമരത്തിന് നേതൃത്വം നൽകിയ വനിത AV കുട്ടിമാളു അമ്മ. ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണേ. മലബാറിൽ ദേശീയ സമരത്തിന് നേതൃത്വം നൽകിയ വനിത ആരായിരുന്നു? AV കുട്ടിമാളു അമ്മ. നാസികളുടെ മർദ്ദനത്തെ തുടർന്ന് 1934 ജർമ്മനിയിൽ വെച്ച് മരണപ്പെട്ട കേരളീയനായിരുന്നു ഡോക്ടർ ചെമ്പകരാമൻ പിള്ള.
നാസികളുടെ മർദ്ദനത്തെ തുടർന്ന് 1934 ജർമ്മനിയിൽ വെച്ച് മരണപ്പെട്ട കേരളീയനാണ് ഡോക്ടർ ചെമ്പകരാമൻ പിള്ള. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ദിവസം 1936 നവംബർ 12. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ദിവസം എന്നായിരുന്നു 1936 നവംബർ 12. തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പി ദളവയുടെ ജനനസ്ഥലം തലക്കുളം. എന്തായിരുന്നു? തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പി ദളവയുടെ ജനനസ്ഥലം തലക്കുളം. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. കുറിഞ്ചർ കലാപം നടന്ന വർഷം 1812. കുറിഞ്ചർ കലാപം നടന്ന വർഷം എന്നാണ് 1812. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ S പരമേശ്വരയ്യരാണ്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ S പരമേശ്വര അയ്യർ. കീഴറിയൂർ ബോംബ് കേസ് ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കിറ്റ് ഇന്ത്യ. അതാ അതിലൊരു കാണ്ട്, കിറ്റ് ഇന്ത്യയിൽ ഒരു കാണ്ട് അല്ലേ. അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. അതുപോലെ ഏത് ജില്ല ചോദിച്ചാൽ അതിലൊരു കാണ്ട് കോഴിക്കോട്. അപ്പം കീഴറിയൂർ ബോംബ് കേസ് ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കിറ്റ് ഇന്ത്യ. നടന്ന ജില്ല കോഴിക്കോട്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15 എന്നായിരുന്നു. വിഷു ഏപ്രിൽ 14 അല്ലേ. അതിന് പിറ്റേ ദിവസം ഏപ്രിൽ 15. ഡേറ്റ് മാത്രം 1721. അപ്പോൾ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721, വിഷുവിൻ്റെ അപ്പുറത്തെ ദിവസം ഏപ്രിൽ 15. കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിക്കാൻ കാരണം എന്തായിരുന്നു? അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ജാതി സമ്പ്രദായം. എന്താണ്? കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിക്കാൻ കാരണം ജാതി സമ്പ്രദായം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാവ് TK മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് TK മാധവൻ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1891 ജനുവരി 1 എന്നായിരുന്നു. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് 1891 ജനുവരി 1. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. എന്തായിരുന്നു? എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യനാണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. എന്നായിരുന്നു? 1918 അല്ലേ. 2 തവണ ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിച്ചിട്ടുണ്ട്. ആദ്യത്തെ സന്ദർശനം 1918-ലും, രണ്ടാമത്തെ 1926-ലും. അപ്പോൾ ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്തായിരുന്നു? അയ്യപ്പൻ അഥവാ കുഞ്ഞൻ പിള്ള. നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. കുഞ്ഞൻ പിള്ള എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് അല്ലേ ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി സ്ഥലം എവിടെയാ? ശിവഗിരിയിൽ. ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി സ്ഥലം ശിവഗിരി. തിരുവിതാംകൂറിൽ നടന്ന പുലയലഹളയ്ക്ക് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. എന്തായിരുന്നു? തിരുവിതാംകൂറിൽ നടന്ന പുലയലഹളയ്ക്ക് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. മലബാറിലെ നാരായണ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആത്മീയ വിപ്ലവകാരി ആരാണ്? വാഗ്ഭടാനന്ദൻ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. മലബാറിലെ നാരായണ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആത്മീയ വിപ്ലവകാരി വാഗ്ഭടാനന്ദൻ. പൊയ്കയിൽ യോഹന്നാൻ ഉപദേശി എന്ന് അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? കുമാര ഗുരുദേവൻ. എന്തായിരുന്നു? പൊയ്കയിൽ യോഹന്നാൻ ഉപദേശി എന്ന് അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? കുമാര ഗുരുദേവൻ. ദൈവദശകം എന്ന കൃതിയുടെ കർത്താവ് ശ്രീനാരായണ ഗുരു. എന്താണ്? ദൈവദശകം എന്ന കൃതിയുടെ കർത്താവ് ശ്രീനാരായണ ഗുരു. സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. എന്തായിരുന്നു? സമത്വ സമാജം. സമത്വം അല്ലേ, വൈകുണ്ഠം. അപ്പം സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. ഇവിടെ മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ. ഗാന്ധിജി വൈക്കം ക്ഷേത്രം സന്ദർശിച്ച വർഷം 1925. എന്തായിരുന്നു? ഗാന്ധിജി വൈക്കം ക്ഷേത്രം സന്ദർശിച്ച വർഷം എന്നായിരുന്നു? 1925 അല്ലേ. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? 5 പ്രാവശ്യം അല്ലേ. ആദ്യം എന്നായിരുന്നു? ആദ്യം 1920 അല്ലേ. ആദ്യം വന്നത് 1920, രണ്ടാം തവണ വന്നതാണ് 1925.
തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരുടെ ദുർഭരണത്തിനെതിരായി നടന്ന പ്രക്ഷോഭമാണ് പുന്നപ്ര വയലാർ സമരം. എന്തായിരുന്നു? തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരുടെ ദുർഭരണത്തിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് പുന്നപ്ര വയലാർ സമരം. മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് 1921. എന്തായിരുന്നു? മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം 1921. ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. എന്താണ്? ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന മഹാനാണ് IK കുമാരൻ മാസ്റ്റർ. ഇത് പണ്ട് എക്സാമുകളിൽ കുറേ ചോദിച്ചതാണ്, ഇപ്പോൾ അധികം ചോദിക്കലില്ല, എന്നാലും ശ്രദ്ധിക്കണം. ഇപ്പം പഴയ ക്വസ്റ്റ്യൻസാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് അല്ലേ, അതുകൊണ്ട് ശ്രദ്ധിക്കണേ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന മഹാനാണ് IK കുമാരൻ മാസ്റ്റർ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകനാണ് കുമാര ഗുരുദേവൻ അഥവാ പൊയ്കയിൽ യോഹന്നാൻ എന്നും അറിയപ്പെടുന്നു. അഥവാ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകനാരാണ്? കുമാര ഗുരുദേവൻ അഥവാ പൊയ്കയിൽ യോഹന്നാനും പൊയ്കയിൽ അപ്പച്ചൻ എന്നൊക്കെ അറിയപ്പെടും. ബാലസമുദായ പരിഷ്കരണി സഭയ്ക്ക് നേതൃത്വം നൽകിയതാരായിരുന്നു? പണ്ഡിറ്റ് KP കറുപ്പൻ. ബാലസമുദായ പരിഷ്കരണി സഭയ്ക്ക് നേതൃത്വം നൽകിയത് പണ്ഡിറ്റ് KP കറുപ്പൻ. വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരായിരുന്നു? ചട്ടമ്പി സ്വാമികൾ. കുഞ്ഞൻ പിള്ള എന്നൊക്കെ അറിയപ്പെടും അല്ലേ. അയ്യപ്പൻ എന്ന തൂലികാനാമത്തിലും അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ടേ. അയ്യപ്പൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നവരാണ് ചട്ടമ്പി സ്വാമികൾ. വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ നമുക്ക് ഇന്ന് 50 ക്വസ്റ്റ്യൻ നോക്കിയിട്ടുള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്